നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 8-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യണമേ എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വിഷയത്തിലേക്ക് പോവുകയാണ്. 2025 ഓഗസ്റ്റ് മാസം 8-ാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് കർക്കടക മാസം 23-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം 17-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:17, അസ്തമയം വൈകുന്നേരം 6:38. ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ്. അതായത് വെളുത്ത വർഷത്തിലെ ചതുർദശി തിഥി. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ പൗർണമിക്ക് തലേ ദിവസമുള്ള ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:09 വരെ ഉണ്ടായിരിക്കുള്ളൂ. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:09 മുതൽ പൂർണിമ തിഥി ആരംഭിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 വരെ ഉണ്ടായിരിക്കും. പിന്നീട് തിരുവോണ നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം 2 നക്ഷത്രം ഭാഗിച്ചെടുക്കുന്നു, വീതിച്ചെടുക്കുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 വരെ ഉത്രാട നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ ജീവിതാനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുക. അതിനുശേഷം തിരുവോണ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളാണ് വന്നു ചേരുക. അപ്പോൾ രണ്ടും പറഞ്ഞു തരാം. വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 വരെ ഉത്രാട നക്ഷത്ര പ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രമുക്കാൽ, അത്തം, പൂരാടം ഇത്രയും നാളുകാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 വരെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള നാളുകാർ മകയിരം, തിരുവാതിര, മിഥുനക്കുറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പുണർദമുക്കാല്, മൂലം, അനിഴം, ചോതി, ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രംകാൽ ഇത്രയും നാളുകാർ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 വരെ. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് ഉത്രാട നക്ഷത്രം അവരുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളെ കൊടുക്കത്തില്ല. പകരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയാണ് അവർക്ക് കൊടുക്കുവാൻ സാധ്യത. ദശാകാലത്തിന്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും പ്രതികൂലമായി വന്നു ചേരണമെന്നില്ല എന്നുള്ള സത്യാവസ്ഥയും അറിഞ്ഞുകൊള്ളുക. എങ്കിലും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. എപ്പോൾ ഏതുവഴിയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരിക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി ചിന്തിച്ച് ആലോചിച്ചൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ തിരുവോണ നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. തിരുവോണ നക്ഷത്ര പ്രകാരം വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ ജീവിതാനുഭവങ്ങൾക്ക് മാറ്റം വരാം. അപ്പോൾ ഉത്രാട നക്ഷത്ര പ്രകാരമുള്ളവർക്ക് ചിലപ്പോൾ പ്രതികൂലമായ അനുഭവമായിരിക്കാം. തിരുവോണ നക്ഷത്ര പ്രകാരം ചിലപ്പോൾ അനുകൂലമായ അനുഭവങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ മാറി മറിഞ്ഞുമൊക്കെ വരും. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ തിരുവോണ നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ മൂലം, അനിഴം, അത്തം, ചിത്തിര, കാർത്തിക, രോഹിണി, ഉത്രാടം ഇത്രയും നാളുകാർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തിരുവോണ നക്ഷത്രം ശനിയാഴ്ച വൈകുന്നേരം 5:40 വരെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ ശനിയാഴ്ച വൈകുന്നേരം 5:40 വരെയുള്ള സമയം തിരുവോണ നക്ഷത്ര പ്രകാരം മൂലം, അനിഴം, അത്തം, ചിത്തിര, കാർത്തിക, രോഹിണി, ഉത്രാടം ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ വന്നു ചേരും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ ശനിയാഴ്ച വൈകുന്നേരം 5:40 വരെയുള്ള സമയത്ത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മിഥുനക്കുറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പുണർദം മുക്കാല്, പൂരാടം, തൃക്കേട്ട, വിശാഖം, അതുപോലെ തന്നെ ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്രംകാൽ എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം.
വെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മണി 17 മിനിറ്റ് മുതൽ 7 മണി 47 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9 മണി 17 മിനിറ്റ് മുതൽ 10 മണി 47 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ചയ്ക്ക് 11 മണി 36 മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് 1 മണി 47 മിനിറ്റ് വരെ നല്ല സമയമാണ്. വീണ്ടും ഉച്ചകഴിഞ്ഞ് 3 മണി 17 മിനിറ്റ് മുതൽ 5 മണി 17 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക. ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 8 ആണ്. ഏതൊരു മാസത്തെയും 8, 17, 26 തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പരിഹാരമായിട്ട് മഞ്ഞ, കടുനീല, കടുംപച്ച നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനിയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം 2 നക്ഷത്രം തുല്യമായി പങ്കിടുന്നത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണി 30 മിനിറ്റ് വരെ ഉത്രാട നക്ഷത്രപ്രകാരമുള്ള ധനനേട്ടമായിരിക്കും വന്നു ചേരുക. അത് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി 30 മിനിറ്റ് വരെ ഉത്രാട നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് പൂരാടം, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ഉത്രാടം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണി 30 മിനിറ്റ് വരെ. വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണി 30 മിനിറ്റ് മുതൽ തിരുവോണ നക്ഷത്രമാണ്. അപ്പോൾ തിരുവോണ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. പുണർദം, മകം, അത്തം, വിശാഖം, ഉത്രാടം, പൂരുരുട്ടാതി, അശ്വതി, രോഹിണി, മൂലം, തിരുവോണം ഇത്രയും നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണി 30 മിനിറ്റ് മുതൽ ശനിയാഴ്ച വൈകുന്നേരം 5 മണി 40 മിനിറ്റ് വരെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുകയും എന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും മക്കളോടും എല്ലാ കാര്യങ്ങളിലും മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി